Good morning, dear students. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ട് 11 ആണ്, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ്. നല്ലോണം ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചാൽ, അതായത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാഴ്ചകളും നമ്മളെ അനുഭവങ്ങളെല്ലാം കോർത്തിണക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സുഖമായി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദെൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. അത് കൾച്ചർ, ഇത് തന്നെ നമ്മൾ പറഞ്ഞത് തന്നെ റിലേറ്റഡ് ആണ്. എല്ലാ പോയിന്റ്സും ഒന്നൊന്നിനോട് റിലേറ്റഡ് ആണ്. കൾച്ചർ, സൊസൈറ്റി, പേഴ്സണാലിറ്റി, ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻ, പേഷ്യൻ്റ്, ചൈൽഡ്, അതായത് ടീച്ചർ ടോട്ട് ചെയ്യുന്നു, എംപ്ലോയർ എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഡോക്ടറും പേഷ്യൻ്റ് തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. ദെൻ ഇൻട്രാക്ഷൻ ആണ്, ഇതെല്ലാം ഇൻട്രാക്ഷൻസ് ആണ്. ദെൻ ലോ മേക്കേഴ്സും ലോ ബേക്കേഴ്സും, ദെൻ പ്രൊഫഷണൽ ആൻഡ് നോൺ പ്രൊഫഷണൽ, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. കൾച്ചർ, സൊസൈറ്റി, പേഴ്സണാലിറ്റി, ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻ, പേഷ്യൻ്റ്, ചൈൽഡ്, കൾച്ചർ, സൊസൈറ്റി, പേഴ്സണാലിറ്റി. കൾച്ചറൊക്കെ നമുക്കറിയാം, സംസ്കാരം, അത് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് തീർച്ചയായും കാണുന്നതും കേൾക്കുന്നതുമായ സംസ്കാരം. സൊസൈറ്റി, സമൂഹത്തിൽ എന്തൊക്കെ കിട്ടുന്നുണ്ട്, പേഴ്സണൽ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നതും നമ്മൾ സൊസൈറ്റിയിൽ നിന്നാണ്. നെക്സ്റ്റ് ഇൻട്രാക്ഷൻസിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. എക്സാമിന് ഇൻട്രാക്ഷൻസ്, അറിയുന്ന ഇൻട്രാക്ഷൻസ് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പേഷ്യൻ്റ് ആൻഡ് ചൈൽഡ് ഇൻട്രാക്ഷൻസ്, ടീച്ചർ ഇൻട്രാക്ഷൻ, പഠിപ്പിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളുമായിട്ടൊരു ഇൻട്രാക്ഷൻ. ദെൻ ഹസ്ബൻഡും വൈഫും തമ്മിലൊരു ഇൻട്രാക്ഷൻ. അങ്ങനെ ഓരോരോ സമൂഹത്തിൽ പറഞ്ഞിരിക്കുന്ന ചില മാനദണ്ഡങ്ങളാണ് പറയുന്നത്. എംപ്ലോയർ, ജോലിക്കാരൻ എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, അതൊരു ഇൻട്രാക്ഷനാണ്. ഡോക്ടർ, പേഷ്യൻ്റ്, അത് തമ്മിലൊരു ഇൻട്രാക്ഷനാണ്. ലോ മേക്കേഴ്സ്, നിയമം ഉണ്ടാക്കുന്നവരും ലോ ബ്രേക്കേഴ്സ്, എന്ത് ഇൻട്രാക്ഷൻ ആണത്, നിയമം നിരസിക്കുന്ന, നിയമം തെറ്റിക്കുന്ന ആൾക്കാരും നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരും ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. പ്രൊഫഷണൽസും നോൺ പ്രൊഫഷണൽസും, പ്രൊഫഷണലി ജോലി ചെയ്യുന്നതും പ്രൊഫഷണൽ അല്ലാത്തതുമായിട്ടുള്ള അവരും തമ്മിൽ എന്തുണ്ട്, ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ ഗോൾഡൻ വാല്യൂസ്, നമുക്ക് കുറേ സമൂഹത്തിൽ നിന്ന് ഗോൾഡൻ വാല്യൂസ് ചിലപ്പോൾ എത്ര മാർക്കിനോ, 8 മാർക്കിനോ 12 മാർക്കിനോ ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഗോൾഡൻ വാല്യൂസ്. അതാണ് മിസ് പറഞ്ഞത്. കുറേ എന്ത് ചെയ്യുക, ഇതെല്ലാം ഇൻട്രാക്ഷൻസ് ആണ്. ഈ ഇൻട്രാക്ഷൻസ് എസ്സേ ക്വസ്റ്റ്യൻ വരും, പോയിന്റ് വൈസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ വിച്ച് ആർ ദ ഗോൾഡൻ വാല്യൂസ് ഫോർ ഇൻട്രാക്ഷൻസ്, ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വിച്ച് ആർ ദ ഗോൾഡൻ വാല്യൂസ് ഫോർ ഇൻട്രാക്ഷൻ, അതായത് ഗോൾഡൻ വാല്യൂ, വിച്ച് ആർ ദ ഗോൾഡൻ വാല്യൂസ് ഫോർ ഇൻട്രാക്ഷൻ, നമ്മുടെ സുവർണ വാല്യൂ അല്ലേ, സ്വർണത്തിനോട് ഉപമിക്കുന്ന സുവർണ മൂല്യങ്ങൾ എന്നൊക്കെ പറയും. സ്വർണത്തിൻ്റെ അത്ര വിലപിടിപ്പുള്ള നമ്മൾക്കുള്ള ഇൻട്രാക്ഷൻ ആയിട്ടുള്ള മൂല്യങ്ങൾ, സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങൾ ഏതൊക്കെ, 8 മാർക്കിനോ 12 മാർക്കിനോ ഒക്കെ എസ്സേ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ എന്താ പ്രത്യേകമായിട്ട് എന്ത് ചെയ്ത് താഴെ പോയിന്റ് ആയിട്ട് എഴുതണം. ഓക്കെ, ഗോൾഡൻ, അത് മിസ് ബോർഡിൽ ആ പോയിന്റ് എഴുതിയിട്ടില്ല, ബോർഡിലുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഗോൾഡൻ വാല്യൂസ് ഫോർ ഇൻട്രാക്ഷൻ. ദ ഫസ്റ്റ് ഈസ് റെസ്പെക്ട് എവറിബഡി, എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. അതൊരു ഗോൾഡൻ വാല്യൂ ആണ്. അറിയാലോ മിസ് റിപ്പീറ്റ് ചെയ്യുന്നത്, ഗോൾഡൻ വാല്യൂസ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സേ താങ്ക്സ്, ആരെന്ത് ചെയ്താലും നമ്മൾ താങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കോമൺ സെൻസിലുള്ളവർ അത് പറയും. നെക്സ്റ്റ് സേ സോറി, എന്തെങ്കിലും തെറ്റ് വന്നാൽ സോറി പറയുന്നത്. സ്പീക്ക് ട്രൂത്ത്, സത്യം മാത്രം പറയുന്നത്. എൻജോയ് ഡൂയിങ് ലിറ്റിൽ തിങ്സ്, ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ എൻജോയ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബി ഹ്യൂമറസ്, എന്ത് ചെയ്യുക, ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ, അതൊരു നല്ലൊരു പോസിറ്റീവ് തിങ്കിങ്. കാരണം മിസ്സിൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കാണാറുണ്ട്. ഇന്നലെ യാത്ര ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി ഒരു വയസ്സ് പ്രായമുള്ളൊരു അമ്മയെ കൈ പിടിച്ച് ആ കുട്ടിയെ എണീറ്റ് കൊടുത്തു, അമ്മയെ അവിടെ ഇരുത്തുന്നു. ഞാനല്ല ഇരുത്തിയത്, മിസ് ഒന്നും ചെയ്തിട്ടില്ല, ആ കുട്ടി ചെയ്ത കാഴ്ച കണ്ട എനിക്ക് അത് ഞാനല്ല ചെയ്തതെങ്കിലും എന്താണ്, ആ കണ്ടപ്പോൾ ഒരു കുഞ്ഞു കാര്യം, മറ്റുള്ളവർക്ക് ഒരു കുഞ്ഞു കാര്യമാണ്, എനിക്കത് നല്ലൊരു എന്താ പറയുക, സൊസൈറ്റിയിൽ എക്സാമ്പിൾ ആക്കാൻ പറ്റുന്ന ഒരു സംഭവം. അത് കണ്ടപ്പോൾ ഒരു കുഞ്ഞു കാര്യമാണ്. സൊസൈറ്റിയിൽ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നു, ഇതൊക്കെ ചെറിയ ഇഷ്യൂ, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ, എങ്കിലും അതിലും മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ വളരെ സന്തോഷവാനാണ്. അതേപോലെ എൻ്റെ ഒരു സുഹൃത്ത് ആദ്യമായിട്ട് ആംബുലൻസ് ഡ്രൈവറായി. അത് പൊതുവെ ആംബുലൻസ് ഓട്ടുന്ന ആൾക്കാർക്ക് അതൊരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ആംബുലൻസ് ഡ്രൈവർക്ക് ഭയങ്കര സ്പീഡ് വേണം, രോഗിയെ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്തിക്കണം. ഒരു പ്രത്യേക ഡ്രൈവിങ്, ആംബുലൻസ് ഡ്രൈവർമാരെ നമ്മൾ എപ്പോഴും ബഹുമാനിച്ച് അവരെ അത്രയ്ക്കും എഫേർട്ട് എടുത്ത് അവരുടെ ഒരു
രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന ആംബുലൻസ് ഡ്രൈവേഴ്സ്, അങ്ങനെയാണ് നമ്മൾ കേട്ടത്. സത്യവും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഏത് ട്രാഫിക് ജാമിൻ്റെ ഉള്ളിലൂടെ വളച്ച് തിരിച്ചു പോകുന്ന ആ ഒരു ഡ്രൈവിംഗ് ഒക്കെ സ്പീഡ് വേണം, ശ്രദ്ധ വേണം. ശ്രദ്ധയും സ്പീഡും കറക്റ്റായിട്ട് മൈൻഡിൽ കറക്റ്റ് ഫോക്കസ് ചെയ്താലേ ഇവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു സുഹൃത്ത് ആദ്യമായി ആംബുലൻസ് ഡ്രൈവറായപ്പോൾ അത് അവന് നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ എനിക്കത് കണ്ട വളരെ സന്തോഷം തോന്നി. അവൻ്റെ ലൈഫിൽ മറ്റുള്ളവർക്ക് അതൊരു എന്തായിരിക്കും മൈൻഡ് ചെയ്യാത്തതായിരിക്കും, എങ്കിലും അവൻ്റെ ലൈഫിൽ അതൊരു വലിയ കാര്യമാണ്. എനിക്കതൊരു ചെറിയ കുഞ്ഞു കാര്യം, മറ്റുള്ള നേരത്തെ പറഞ്ഞ പോലെ എങ്കിലും എന്താണ് അതെനിക്ക് വളരെ സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് തോന്നിയ അതിൽ വരെ എന്ത് സന്തോഷം കണ്ടെത്തുന്നുണ്ടല്ലോ, കാരണം അത് വലിയ കാര്യമൊന്നുമല്ല, മറ്റുള്ളവർക്ക് വലിയ കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കാഴ്ചകൾ കാണുന്നതും ചെറിയ ചെറിയ വാല്യൂസ് ഉള്ള ഓരോരോ നമ്മൾ അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് കാണുമ്പോൾ. മറ്റുള്ളവർക്ക് അതെന്താ മൈൻഡില്ലെങ്കിലും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്രീഷിയേറ്റ് എവരിബഡി. എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മീൻസ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യുക. പക്ഷെ ആരെയും വില കുറച്ച് കാണാതിരിക്കുക. ബൈ ഹ്യൂമറസ് ആവുക, സാറ്റിസ്ഫൈഡ് ആവുക, തൃപ്തിയാവുക, ലിസൺ പേഷ്യൻ്റ്ലി, നല്ല എന്തെങ്കിലും കാര്യം പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് മൈൻഡ് ആക്കാതിരിക്കുക. എന്ത് ചെയ്യുക, മൈൻഡ് ആക്കാതിരിക്കുന്ന സ്വഭാവം ഇല്ലാതാക്കുക. അതായത് കറക്റ്റായിട്ട് എന്ത് ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കുക. ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്. സ്റ്റാൻഡ് ഇൻ ക്യൂ, അതായത് ക്യൂവിൽ നിൽക്കാൻ എന്ത് വേണം, ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യൂവിൽ നിൽക്കാൻ പറ്റൂ. ലേൺ ടേബിൾ മാനേഴ്സ്. ടേബിൾ മാനേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ചില മാനേഴ്സ് നമ്മൾ ടേബിളിൽ കീപ്പ് ചെയ്തേ പറ്റൂ. നെവർ ബൂസ്റ്റ് യുവർ റിച്ച്നെസ്, അതായത് ഞാൻ വലിയ പൈസക്കാരിയാണ്, ഞാൻ ഭയങ്കര ധനവാനാണ് എന്ന് ബൂസ്റ്റ് ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മുടെ റിച്ച് ആയിട്ടുള്ള ആളാന്നുള്ള നെവർ ബൂസ്റ്റ് യുവർ റിച്ച്നെസ്. റിച്ച് അതായത് നെവർ ലോ ഓഫ് എനി അതർ ഇൻകൺവീനിയൻസ്, അതായത് മറ്റുള്ളവരെ പരിഹസിച്ച് ചിരിക്കാൻ പാടില്ല. ബി ഏബിൾ ടു ലോ ഓൺ വൺ സെൽഫ്, അതായത് നമ്മൾ മറ്റുള്ളവർ ചിരിക്കുമ്പോൾ അവരെ കൂടെ ചിരിക്കുക. ഡു നോട്ട് ഹ്യൂമിലേറ്റ് അതേഴ്സ്, മറ്റ് മാനുഷിക പരിഗണന കൊടുക്കുക. എല്ലാവരും മനുഷ്യരാണ്, മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, മാനുഷികമായി പരിഗണിക്കുക. നെക്സ്റ്റ് ബി താങ്ക്ഫുൾ ടു ഗോഡ്, ദൈവത്തിനോട് എപ്പോഴും നന്ദിയുള്ളവരാവുക. ബി ഗുഡ് ഹ്യൂമൻ ബീങ്, നമ്മളൊരു ഗുഡ് ഹ്യൂമൻ ബീങ് ആണ്. അതായത് നമ്മൾ എന്താണ്, നല്ലൊരു നല്ല മനുഷ്യനായി നമ്മൾ മാറുക. ഇത്രയും മൂല്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് സുവർണം എന്താ മീൻസ് എന്താ നേരത്തെ പറഞ്ഞത്, ഗോൾഡൻ വാല്യൂസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. എത്ര മിസ് പറഞ്ഞു, ഒരു 30ഓളം പറഞ്ഞു. ഒന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റെസ്പെക്ട് എവരിബഡി, സേ താങ്ക്സ്, താഴെ എഴുതി പോണോ, സേ സോറി, സ്പീക്ക് ട്രൂത്ത്, എൻജോയ് ഡൂയിങ് ലിറ്റിൽ തിങ്സ്, ബി ഹ്യൂമറസ്, അപ്രീഷിയേറ്റ് എവരിബഡി, ബി സാറ്റിസ്ഫൈഡ്, അവോയ്ഡ് അബ്യൂസിങ് ലാംഗ്വേജ്, അതായത് ലിസൺ പേഷ്യൻ്റ്ലി, അവോയ്ഡ് അബ്യൂസീവ് ലാംഗ്വേജ്, തെറ്റായ ഭാഷ ഉപയോഗിക്കാതിരിക്കുക. ലിസൺ പേഷ്യൻ്റ്ലി. നെക്സ്റ്റ് ഹെൽപ്പ് അതേഴ്സ്, സ്റ്റാൻഡ് ഇൻ ക്യൂ, അത് ക്ഷമയോടെ. നെവർ ബൂസ്റ്റ് യുവർ റിച്ച്നെസ്, നെവർ ലാഫ് അറ്റ് അതർ ഇൻകൺവീനിയൻസ്, ബി ഏബിൾ ടു ലാഫ് ഇൻ വൺസെൽഫ്, ഡു നോട്ട് ഹ്യൂമിലേറ്റ് അതേഴ്സ്, ബി താങ്ക്ഫുൾ ടു ഗോഡ്, ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്, നമ്മളൊരു ഹ്യൂമൻ ബീങ് ആവുക. ഇത്രയും ഗുഡായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണ് നമ്മൾ അതായത് ഗോൾഡൻ വാല്യൂസ് ഓഫ് ഇൻട്രാക്ഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് സക്സസ് ഓഫ് ഇൻട്രാക്ഷൻ കൊണ്ട് എന്താവാം, ഇങ്ങനെ നല്ല സുവർണ ഘടകങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സക്സസ് ആയി മാറും. ഒരു പേഴ്സണിന് കറക്റ്റായിട്ട് കിട്ടുന്ന വാല്യൂസും കൂടിയാണ് ഈ ഒരു മിസ് ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ കവർ ചെയ്ത് പോയാൽ ഇത് തന്നെയാണ് എന്തും വാല്യൂസ് അല്ലേ. സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് വാല്യൂസ് അല്ലേ. സുവർണ വാല്യൂസ് എന്തൊക്കെ, ഇത് എല്ലാത്തിനും ആൻസറാക്കി എഴുതാൻ പറ്റും. എസ്സേലൊക്കെ നമുക്ക് ഉൾക്കൊള്ളിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. സക്സസ് ഓഫ് ഇൻട്രാക്ഷൻസ്, അതായത് മൂഡ് ഓഫ് പേഴ്സൺ ആണ്, നീഡ് ഓഫ് ഇൻട്രാക്ഷൻ, ഫിസിക്കൽ ഫിറ്റ്നസ്, സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ, പെർസെപ്ഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് അല്ലേ. ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ചില കഴിവുകളുണ്ടാവും, ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയും. ദെൻ ഫിസിക്കൽ ഫിറ്റ്നസ്, ഒരാൾ ബോഡി കറക്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ആയ ബോഡി. ദെൻ നീഡ് ഫോർ ഇൻട്രാക്ഷൻ, അതല്ല നമ്മളെ ഇൻട്രാക്ഷൻ അത്യാവശ്യ ഘടകങ്ങളായോ മൂഡ്, ഒരാളുടെ എന്തൊക്കെയാണ് അയാൾക്ക് ഒരു സംസാരിക്കാൻ ഒരു മൂഡ് വേണം, ഒരു അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ റെഡി ആവണം. അപ്പോൾ എന്നാലേ എന്താവുള്ളൂ, സക്സസ് ആവുള്ളൂ അല്ലേ. ഫിസിക്കൽ ഫിറ്റ്നസ് റെഡി ആയാലേ അത് സക്സസ് ആവും. ഹു വിൽ ദെൻ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്
Listen for life. Then okay. Then next ഒരു യൂണിറ്റിൽ ലാസ്റ്റ് യൂണിറ്റിൽ നമുക്ക് കവർ ചെയ്ത് പോകാനുള്ളത് ദ കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ ആണ്. കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ നമുക്കറിയാം. കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ ചെറുതായിട്ടുള്ള ഒരു വഴക്ക് എന്നൊക്കെ പറയും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പിണക്കം, പരിഭവം. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തർക്കമാണ്. തർക്കം അപ്പോൾ ഫാമിലി റിലേറ്റഡ് ഒക്കെ ആയിട്ട് പല പ്രശ്നങ്ങളും ഇതെല്ലാം ഇൻട്രാക്ഷൻ്റെ ഭാഗമാണ്. ഓക്കെ, എന്തൊക്കെ കോൺഫ്ലിക്ട്സ് ഉള്ളത്? form of conflicts, reason of conflicts, level of conflicts, value of conflicts, then features of conflicts, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, then conflicts. What is conflict? Then what is socialization? Definition is എഴുതാൻ പറഞ്ഞത് ബോക്സിലാക്കിയിട്ടാണ്, എന്നാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വൃത്തി വേണം ആൻസർ ഷീറ്റ് നോക്കുക. അതേപോലെ വാട്ട് ഈസ് കോൺഫ്ലിക്റ്റ്, ഇതും ഡെഫിനിഷൻ എഴുതുക. കോൺഫ്ലിക്റ്റ് ഈസ് എ situation in which people, groups and countries are involved in a serious disagreement of argument and conflict take place because opposing idea and opinions, feeling or wishes. മറ്റുള്ളവരുടെ ഐഡിയ, ഫീലിംഗ്, വിഷസ് അതിനെതിരായി വേറൊരു വ്യക്തി പ്രതികരിക്കുന്നതിനെ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നു. ഡെഫിനിഷൻ ഇങ്ങനെ എഴുതുക. കോൺഫ്ലിക്റ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് പീപ്പിൾ, അതായത് ബോക്സിലാക്കാനുള്ളതാണ് ഡെഫിനിഷൻ. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് പീപ്പിൾ, ഗ്രൂപ്പ്സ് ഓർ കസിൻസ്. Okay, a conflict can be with oneself or with an outside world. Conflicts വേൾഡിൽ എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു സംഭവമാണ് എന്ത്? കോൺഫ്ലിക്ട്സ്. അപ്പോൾ മിസ് ഇപ്പോൾ വായിച്ചത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? Conflict is a situation in which people, groups or countries are involved in a serious disagreement or argument. വാദം, ആർഗ്യുമെന്റ്, വാദപ്രതിവാദങ്ങളിൽ എന്തെങ്കിലും, അത് രാജ്യമാവാം, വ്യക്തികൾ തമ്മിലാവാം. വാദപ്രതിവാദങ്ങൾ, ഒരാൾക്ക് പറയുന്നത് മറ്റൊരാൾക്ക് അയാൾ അക്സെപ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും ആർഗ്യുമെന്റ് ആയിരിക്കും. അപ്പോൾ അപ്പോഴാണ് എന്ത് വരിക? കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. എ കോൺഫ്ലിക്റ്റ് ടേക്ക് പ്ലേസ് ബിക്കോസ് ഓഫ് ഒപ്പോസിങ് ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്. ഒരാളുടെ ഒപ്പീനിയൻസ് മറ്റേ പറ്റില്ല, ഒരാളുടെ ഐഡിയാസ് മറ്റേ ആൾക്ക് പറ്റുന്നില്ല. ഫീലിങ്സ്, ഒരാളുടെ ഫീലിങ്സ് ആയിരിക്കില്ല മറ്റൊരാളുടെ ഫീലിങ്സ്, ഒരാളുടെ വിഷസ്, ആഗ്രഹങ്ങളായിരിക്കില്ല മറ്റൊരാളുടെ വിഷസ്. അപ്പോൾ ഇതൊന്നും തമ്മിൽ എന്തായാലും കണക്റ്റഡ് ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടാവും. ഇതിനെയാണ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. കോൺഫ്ലിക്ട്സ് ഒക്യുർ ഓൾ ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ, അതായത് നമ്മൾ തമ്മിൽ ഇൻട്രാക്ഷനിൽ ഉണ്ടാവുന്ന നെഗറ്റീവായിട്ട് വരുന്ന സംഭവമാണ് കോൺഫ്ലിക്റ്റ്. അറ്റ് വർക്ക് ആയാലും, എമംഗ് ഫ്രണ്ട്സിൻ്റെ ഇടയിലാണ്, ഫാമിലീസ്, ഓൾറെഡി ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ്, വർക്ക് ആൻഡ് ബിറ്റ്വീൻ റിലേഷൻഷിപ്പ് ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് മീൻസ് അത് എന്ത് പാർട്ട്നേഴ്സ്? വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇടയിലും കോൺഫ്ലിക്ട്സ് സർവ്വസാധാരണമാണ്. വിഷസും ഒരാളുടെ ഐഡിയാസും ഫീലിങ്സ് ഒക്കെ ഒരാൾക്കുള്ളത് മറ്റേ ആൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ അവിടെ എപ്പോഴും ഈ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഫാമിലീൻ്റെ ഇടയിൽ, കൺട്രീസ് തമ്മിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ, റിലേറ്റീവ്സിന് എല്ലായിടത്തും എന്ത് കാണാം? കോൺഫ്ലിക്ട്സ് നമുക്ക് കാണാൻ പറ്റും. When conflicts occur, the relationship between weaken or strengthen. Thus, conflict is the critical event of course of a relationship. Conflict can use resentment, hostility, and perhaps ending the life handled well. However, deeper understanding and mutual respect and closeness, managing conflict is the relationship to be long-lasting, rewarding. The verse with a clenched fist, the symbolic of what all happened. Conflict happened to our inner body. അപ്പോൾ കോൺഫ്ലിക്ട്സ് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് എന്തായാലും നെഗറ്റീവ് പാർട്ടിലേക്കാണ് വരിക എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.